ഓൾ, എല്ലാവർക്കും ഹൈ ഹോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ന്യൂമറിക്കൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്നുള്ളതാണ്. ന്യൂമറിക്കൽ ക്രോമസോം അബ്നോർമാലിറ്റീസ് occur when there is a deviation from the normal number of chromosomes in a cell. എന്താണ്? നോർമലി ഒരു സെല്ലിലുള്ള ക്രോമസോമിൻ്റെ എണ്ണത്തിൽ നിന്നും വ്യത്യാസപ്പെടുന്ന കണ്ടീഷനാണ് ക്രോമസോം അബ്നോർമാലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നോർമലി നമുക്ക് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ഇതിൽ നിന്നും അഡീഷണൽ ആയിട്ട് ക്രോമസോംസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോവുക, ഇത്തരം കണ്ടീഷൻസ് ആണ് ന്യൂമറിക്കൽ ക്രോമസോം അബ്നോർമാലിറ്റീസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ന്യൂമറിക്കൽ ക്രോമസോം അബ്നോർമാലിറ്റീസ്. ന്യൂമറിക്കൽ ക്രോമസോം അബ്നോർമാലിറ്റീസിൽ വരുന്ന ഒരു ടൈപ്പാണ് എന്യൂപ്ലോയിഡി കണ്ടീഷൻ. എന്താണ് എന്യൂപ്ലോയിഡി? ദി പ്രസൻസ് ഓഫ് ആൻ അബ്നോർമൽ നമ്പർ ഓഫ് ക്രോമസോംസ്. ക്രോമസോമിൻ്റെ നമ്പർ അബ്നോർമൽ ആവുക, അതായത് ക്രോമസോംസ് നമ്പർ നോർമൽ വാല്യൂവിനേക്കാളും കൂടുക അല്ലെങ്കിൽ കുറയുക, ഇത്തരം കണ്ടീഷനാണ് എന്യൂപ്ലോയിഡി. എന്യൂപ്ലോയിഡിയിൽ വരുന്നൊരു ടൈപ്പാണ് മോണോസോമി. മോണോസോമി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് വൺ ക്രോമസോം. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോമിൽ നിന്ന് ഒന്ന് കുറയുന്ന അവസ്ഥയാണ് മോണോസോമി. മോണോ മീൻസ് 1 എന്നാണല്ലോ. അപ്പം നമുക്ക് ആ ഒരു കണ്ടീഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഹ്യൂമൻസ് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ നമ്മൾ 2n എന്നാണ് പറയുന്നത്. അതായത് 2n മീൻസ് എന്താണ്? ദേ ഹാവ് 46 ക്രോമസോം. ഈ 46 ക്രോമസോമിൽ നിന്നും ഒന്ന് കുറയുന്ന അവസ്ഥയാണ് മോണോസോമി. സോ നമുക്ക് 2n-1 എന്ന് മോണോസോമിയെ റെപ്രസെൻറ്റ് ചെയ്യാം. മോണോസോമിക്ക് എക്സാമ്പിളാണ് ടർണർ സിൻഡ്രോം. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് സിൻഡ്രോം എന്ന് പറയണേ? സിൻഡ്രോം മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ടർണർ സിൻഡ്രോം എന്ന് പറയുമ്പം അവർക്ക് ടോട്ടൽ 45 ക്രോമസോംസേ ഉള്ളൂ. നോർമലി ഒരു ഇൻഡിവിജ്വലിന് 46 ക്രോമസോം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒന്ന് കുറയുന്ന അവസ്ഥയാണ് മോണോസോമി. ടർണർ സിൻഡ്രോം ഒരു മോണോസോമി കണ്ടീഷനാണ്. ഓക്കെ, ഇനി എവിടെ നിന്നാണ് കുറയുന്നത്? സെക്സ് ക്രോമസോമിൽ ഒരു എക്സ് ക്രോമസോം കുറയുന്ന കണ്ടീഷനാണ് ടർണർ സിൻഡ്രോം. അതായത് 2 എക്സ് ക്രോമസോമിൽ നിന്നും ഒരു എക്സ് ക്രോമസോം കുറയുന്നു. സോ അവർ എന്ത് തന്നെയായിരിക്കും? ഇവർ ഫീമെയിൽസ് ആയിരിക്കും. ഓക്കെ, കാരണം അവർക്ക് വൈ ക്രോമസോം ഇല്ലല്ലോ. പക്ഷേ ഫീമെയിൽസ് നോർമലി ഡബിൾ എക്സ് ആണെങ്കിൽ ഇവർക്ക് എന്തേ ഉള്ളൂ? ഒരു സിംഗിൾ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. ഫീമെയിൽസ് ഹാവ് ഓൺലി 1 എക്സ് ക്രോമസോം. ഇനി എന്യൂപ്ലോയിഡിൽ വരുന്ന മറ്റൊരു കണ്ടീഷനാണ് ട്രൈസോമി. ട്രൈസോമി മീൻസ് എന്താണ്? അഡീഷൻ ഓഫ് ആൻ എക്സ്ട്രാ ക്രോമസോം. ഒരു ക്രോമസോം അഡീഷണൽ ആയിട്ട് വരിക. നോർമലി നമ്മുടെ ക്രോമസോംസ് പെയർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെ നമുക്ക് 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ പെയറിലും 2 എണ്ണമാണല്ലോ. അപ്പോൾ ഈ 2 എണ്ണം അല്ലാതെ ഒരു ക്രോമസോം അഡീഷണൽ ആയിട്ട് വരുന്നതാണ് ട്രൈസോമി. അപ്പോൾ ഈ ഓരോ ജോഡിയുടെ കൂടെയും ഒരെണ്ണം അഡീഷണൽ ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ അത് എത്ര എണ്ണമായി മാറും? 2 + 1 ആകും അല്ലേ? അതായത് 3 ആകും. അതുകൊണ്ടാണ് നമ്മൾ ട്രൈസോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ടോട്ടൽ ക്രോമസോംസ് എന്ന് പറയുന്നത് 2n കണ്ടീഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം എക്സ്ട്രാ വരുന്നു. സോ 2n+1 ആണ് ട്രൈസോമി. ഓക്കെ, ട്രൈസോമി എക്സാമ്പിളാണ് ഡൗൺസ് സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പം ട്രൈസോമി 21 ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? 21ാമത്തെ ജോഡി ക്രോമസോമിൻ്റെ കൂടെ ഒരു ക്രോമസോം അഡീഷണൽ ആയിട്ട് വരുന്നു. സോ 21ാമത്തെ ജോഡി ക്രോമസോമിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി ഉണ്ട്. സോ നമുക്ക് അവിടെ 3 എണ്ണം കാണാം. അപ്പോൾ നമ്മൾ ട്രൈസോമി 21 എന്ന് പറയുന്നു. 3 കോപ്പീസ് ഓഫ് ക്രോമസോം 21. നെക്സ്റ്റ് ക്രോമസോമൽ അബ്നോർമാലിറ്റി ടൈപ്പാണ് പോളിപ്ലോയിഡി. നേരത്തെ നമ്മൾ അന്യൂപ്ലോയിഡി കണ്ടു. ഇത് രണ്ടാമത്തെ ടൈപ്പാണ് പോളിപ്ലോയിഡി. എന്താണ് പോളിപ്ലോയിഡി? എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ആർ 1 or more extra sets of chromosomes. എന്താ പറഞ്ഞേ? ഒരു കംപ്ലീറ്റ് സെറ്റ് ക്രോമസോംസ് അഡീഷണൽ ആയിട്ട് വരിക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെറ്റ് ഓഫ് ക്രോമസോംസ് അഡീഷണൽ ആയിട്ട് ഉണ്ടാവുന്ന കണ്ടീഷനാണ് പോളിപ്ലോയിഡി. നോർമലി ഹ്യൂമൻസിൻ്റെ കേസിൽ പോളിപ്ലോയിഡി കാണാറില്ല. പക്ഷേ പ്ലാന്റ്സിൻ്റെ കേസിൽ പോളിപ്ലോയിഡി കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് 46 ക്രോമസോംസ് അല്ലേ ഉള്ളേ.
അതായത് നമുക്ക് 23 ജോഡി ക്രോമസോംസ് ഉണ്ട്. ഇതിലേക്ക് ഒരു ജോഡി ക്രോമസോംസ് കൂടെ വരിക, അല്ലെങ്കിൽ 2 ജോഡി ക്രോമസോംസ് കൂടെ വരിക, ഇങ്ങനെ വരുന്ന കണ്ടീഷനാണ് പോളിപ്ലോയിഡി. അപ്പം നോക്കിക്കേ, ഒരു സെറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ട്രിപ്ലോയിഡി 3n എന്ന് പറയാം. 2 സെറ്റ് ക്രോമസോംസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടെട്രാപ്ലോയിഡി 4n എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ക്രോമസോംസ് സെറ്റായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലാതെ ഏതെങ്കിലും ജോഡിയിൽ 1-2 എണ്ണം കൂടുകയൊന്നും അല്ല. ടോട്ടൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ക്രോമസോംസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് പോളിപ്ലോയിഡി. ഇപ്പോൾ ട്രിപ്ലോയിഡി എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നോർമലി ഒരു ഇൻഡിവിജ്വൽ ഡിപ്ലോയിഡ് ആണെങ്കിൽ അവർക്ക് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. ഇപ്പോൾ ട്രിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സെറ്റ് കൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 46 പ്ലസ് എന്തായി? 23, 69 എന്ന് വരും. ഓക്കെ, അതുപോലെ ടെട്രാപ്ലോയിഡി എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ 4 സെറ്റ് ക്രോമസോം, അതായത് 2 സെറ്റ് ക്രോമസോം കൂടെ ഇൻക്രീസ് ചെയ്യുന്നു നോർമലിനേക്കാളും. അപ്പം നമുക്ക് 92 ക്രോമസോംസ് ആണ് കിട്ടുക. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചില ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ്? ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ആൻഡ് ടർണർ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ഇൻസിഡൻസ് എന്താണ്? occurs in approximately 1 per 800 live births. എന്താ പറഞ്ഞേ? 800 കുട്ടികൾ ജനിക്കുന്നതിൽ ഒരാൾക്ക് ഡൗൺ സിൻഡ്രോം ബാധിക്കുന്നു എന്നാണ് കണക്ക്. ഇനി എന്താണ് ഇതിൻ്റെ ബേസിസ്? ഡൗൺ സിൻഡ്രോം is a genetic condition that arises due to presence of an extra chromosome 21. നോക്കിക്കേ, ഒരു ക്രോമസോംസ് എക്സ്ട്രാ വരുന്നു അല്ലേ? എവിടെ? 21-ൽ, അതായത് 21ാമത്തെ ജോഡിയുടെ കൂട്ടത്തിൽ ഒരെണ്ണം എക്സ്ട്രാ വരുന്നു. അപ്പം എന്തായി? അവർ 3 എണ്ണമായില്ലേ? അതായത് ഡൗൺ സിൻഡ്രോം ഒരു ട്രൈസോമിയാണ് അല്ലേ? ഹിയർ ക്രോമസോം 21 ഈസ് റിപ്പീറ്റഡ് ത്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് ഷോവിങ് അപ്പ് ടോയ്സ് ഇൻ എ നോർമൽ ഇൻഡിവിജ്വൽ. ഒരു നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ 21ാമത്തെ ജോഡിയിൽ 2 ക്രോമസോംസ് ആയിരിക്കും കാണപ്പെടുക. ഡൗൺ സിൻഡ്രോം ബാധിച്ചവരിൽ അവിടെ എത്ര ക്രോമസോം ഉണ്ടാവും? 3 ക്രോമസോംസ് ഉണ്ടാവും. ദ കാരിയോടൈപ്പ് ഓഫ് ഡൗൺ സിൻഡ്രോം ഈസ് റെപ്രസെൻറ്റഡ് ആസ് 47. എന്തുകൊണ്ടാണ് കാരിയോടൈപ്പ് നമ്മൾ 47 എന്ന് പറയുന്നത്? നോർമലി ഒരു ഇൻഡിവിജ്വലിന് 46 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം. ഇവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്രോമസോം കൂടി വന്നുകൊണ്ട് ടോട്ടൽ എത്രയായി? 47 ആയി. ഇനി ഫീമെയിൽസ് ആണെങ്കിൽ അവർ XX ആണ്, മെയിൽ ആണെങ്കിൽ അവർ XY ആണ്. പ്ലസ് 21 എന്താണ്? 21-ലാണ് ഈ എക്സ്ട്രാ ക്രോമസോം വന്നിരിക്കുന്നത്. ഇനി ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരു ഇൻഡിവിജ്വലിൻ്റെ കാരിയോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. 21st പൊസിഷനിൽ 3 ക്രോമസോംസ് ആണ് ഉള്ളത്. The trisomic condition is usually caused by an error in the process of cell division called non-disjunction. Okay, that is inability of chromosomes to separate at the time of cell division. എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 എണ്ണം വരുന്നത്? നമുക്കറിയാം, സെൽ ഡിവിഷൻ്റെ സമയത്ത് ഈ പെയർഡ് ക്രോമസോംസ് കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് 3 എണ്ണം ഒരുമിച്ച് വരാൻ കാരണം. എന്തൊക്കെയാണ് ഡൗൺ സിൻഡ്രോം സിംറ്റംസ് എന്ന് നോക്കാം. ഫ്ലാറ്റ് ഫേസ്, പിന്നെയോ സ്ലാൻറ്റിംഗ് ഐ. സ്ലാൻറ്റിംഗ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡൗൺ സിൻഡ്രോം ബാധിച്ചവരുടെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്നർ ഐ കോർണറും ഔട്ടർ ഐ കോർണറിൻ്റെയും ഒരു ലൈൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഔട്ടർ ഐ കോർണർ ചിലപ്പോൾ കുറച്ച് പൊങ്ങിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് താന്നിട്ടോ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് സ്ലാൻറ്റിംഗ് ഐ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് സിംറ്റംസ്? സ്മോൾ മൗത്ത് ആയിരിക്കും, പ്രൊട്രൂഡിംഗ് ആയിട്ടുള്ള ടങ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നാവായിരിക്കും, ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള നോസാണ്, ഷോർട്ട് നെക്ക്, ഷോർട്ട് ആംസ് ആൻഡ് ലെഗ്സ്, സിംഗിൾ ഡീപ്പ് ക്രീസ് അക്രോസ് ദി പാം. എന്താണ്? കൈയുടെ ഉൾഭാഗത്ത് നമുക്ക് ഡീപ്പായിട്ടുള്ള ക്രീസ് ആണ്. അതായത് കയ്യിൽ വര, ആ ലൈൻ എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ളൊരു ലൈനായിരിക്കും. സിംഗിൾ ഒറ്റയൊരു ഡീപ്പ് ക്രീസ് കാണാം. ലോ IQ ആയിരിക്കും, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്, വളർച്ച മുരടിച്ച അവസ്ഥയാണ്, മസ്കുലർ ഹൈപ്പോട്ടോണിയ, അണ്ടർ ഡെവലപ്ഡ് ഗൊണാഡ്സ്. ഇതൊക്കെയാണ് ഈ ക്ലിനിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഡൗൺ സിൻഡ്രോം ബേബീസ് ഓൾസോ ഷോ ബ്രീതിങ്, ഹാർട്ട് ഓർ ഹിയറിംഗ് പ്രോബ്ലംസ്. ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതുപോലെ ഹാർട്ട് പ്രോബ്ലംസും ഹിയറിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. നെക്സ്റ്റ് ഡിസീസാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം.
ഒക്കേഴ്സ് ഇൻ അപ്രോക്സിമേറ്റ്ലി 1 out of 1000 ന്യൂ ബോൺ മെയിൽസ്. മെയിൽസിനെയാണ് ഇത് ബാധിക്കുന്നത്. 1000 ആൺകുട്ടികൾ ജനിക്കുന്നതിൽ ഒരാൾക്ക് എന്ന നിരക്കിൽ ഈ അസുഖം കാണപ്പെടുന്നുണ്ട്. ജീനോടൈപ്പ് എന്താണ്? 47XXY ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ക്രോമസോം വന്നു, അതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ 46 നിന്നും 47 ആയത്. അപ്പോൾ XXY എന്നാണ് വന്നത്. മീനിങ് എന്താണ്? ഇവർ മെയിൽസ് ആണ്. നോർമലി മെയിൽസ് എന്ന് പറയുന്നത് XY ആണ്. പക്ഷെ ഇവർക്ക് ഒരു എക്സ്ട്രാ X ക്രോമസോം വന്നു. ഇവരുടെ കാരിയോ ടൈപ്പ് XXY ആണ്. അപ്പോൾ അഫക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? മെയിൽസിനെയാണ്. The extra chromosome is not transmitted genetically but arises from inability of X chromosome to detach itself from the pair during meiosis. ഓക്കെ, ആൺകുട്ടികൾക്ക് എക്സ് ക്രോമസോം എവിടെ നിന്നാണ് കിട്ടുന്നത്? അവരുടെ അമ്മയിൽ നിന്നാണ്, അല്ലേ? അപ്പം അങ്ങനെ അമ്മയുടെ ബോഡിയിൽ ഈ ഓവം പ്രൊഡക്ഷൻ്റെ സമയത്ത് മിയോസിസ് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് നോർമലി ഒരു സിംഗിൾ എഗ് അല്ലെങ്കിൽ ഓവത്തിൽ ഒരു സിംഗിൾ എക്സ് ക്രോമസോമേ പാടുള്ളൂ. പക്ഷേ ഇവരുടെ ഓവത്തിൽ എന്ത് വരും? 2 എക്സ് ക്രോമസോമും ഒരുമിച്ച് വരുന്നതാണ് ഇങ്ങനെ XXY മെയിൽസ് ഉണ്ടാകാൻ കാരണം. ഫെർട്ടിലൈസേഷൻ ഓഫ് ആൻ XX ഓവർ വിത്ത് എ Y സ്പേം പ്രൊഡ്യൂസസ് ആൻ XXY സൈഗോട്ട്. എന്തൊക്കെയാണ് ക്ലിനിക്കൽ സിംറ്റംസ് എന്ന് നോക്കാം. അൺയൂഷ്വലി ടോൾ ഫോർ ദെയർ ഏജ്, അതായത് ക്ലിനെഫെൽറ്റർ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ അവരുടെ ഏജിനെ അനുസരിച്ചിട്ടല്ല അതിൽ കൂടുതൽ ഹൈറ്റ് കാണിക്കുന്നു. പിന്നെയോ ഹൗ റെഡ്യൂസ്ഡ് ഫേഷ്യൽ ആൻഡ് ബോഡി ഹെയർ. ബോഡി ഹെയർ, ഫേഷ്യൽ ഹെയർ ഒക്കെ കുറവായിരിക്കും. സ്മോളർ ടെസ്റ്റീസ് ആയിരിക്കും, അതായത് അവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു എക്സ് ക്രോമസോം വന്നുകൊണ്ട് അവരുടെ ടെസ്റ്റീസ് ഒക്കെ എന്താണ്? പുവർലി ഡെവലപ്ഡ് ആയിരിക്കും. എൻലാർജ്ഡ് ബ്രസ്റ്റ് ആൻഡ് കോഴ്സ് വോയിസ്. എന്തുകൊണ്ടാണ്? അതായത് അഡീഷണൽ ആയിട്ടുള്ള എക്സ് ക്രോമസോം വന്നുകൊണ്ട് അവരുടെ ബ്രസ്റ്റ് എന്ത് ചെയ്യുന്നു? നോർമലിനേക്കാളും എൻലാർജ് ചെയ്യുന്നു. People with the Klinefelter syndromes are often treated with testosterone to look masculine. അതായത് ഇവർക്ക് എന്താണ്? സ്ത്രൈണ സ്വഭാവം കൂടുതലുള്ളതുകൊണ്ട് ഇവരെ മസ്കുലിൻ ക്യാരക്ടേഴ്സ് കാണിക്കാൻ വേണ്ടി ഇവരെന്ത് എടുക്കാറുണ്ട്? ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് എടുക്കാറുണ്ട്. ഇതാണ് ക്ലിനെഫെൽറ്റേഴ്സ് സിൻഡ്രോം ബാധിച്ച ഒരാളുടെ പിക്ചർ എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാം. ഇതിൽ കൂടുതലും എന്താണ്? ഫെമിനിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലായിട്ടും ഉണ്ട്. ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ട്, അതുപോലെ എന്താണ്? ചെസ്റ്റ് ഹെയർസ് ഒക്കെ കുറവായിരിക്കും. ഫീമെയിൽ ടൈപ്പ് പ്യൂബിക് ഹെയർ പാറ്റേൺ കാണപ്പെടുന്നുണ്ട്. സ്മോൾ ടെസ്റ്റിക്കുലർ സൈസാണ്. നെക്സ്റ്റ് ആണ് ടർണേഴ്സ് സിൻഡ്രോം. ഒക്കേഴ്സ് ഇൻ 1 in 2500 ന്യൂബോൺ ഗേൾസ്. ഈ ടർണർ സിൻഡ്രോം ബാധിക്കുന്നത് ഫീമെയിൽസിനാണ്. 2500 കുട്ടികളിൽ ഒരാൾക്കാണ് ഇത് ബാധിക്കാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻ്റ്ലി ഒബ്സർവ്ഡ് ഇൻ മിസ്കാരേജസ് ആൻഡ് സ്റ്റിൽ ബർത്തിലൊക്കെയാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. അഫക്ട്സ് ഫീമെയിൽ അറൈസസ് ഡ്യൂ ടു ദി മിസ്സിംഗ് എക്സ് ക്രോമസോം ഇൻ അഫക്റ്റഡ് ഫീമെയിൽ. എന്താണ്? നമുക്കറിയാം, നോർമലി ഫീമെയിൽ എന്ന് പറയുന്നത് XX കണ്ടീഷനാണ്, അല്ലേ? അവർക്ക് 2 എക്സ് ക്രോമസോം ഉണ്ട്. പക്ഷെ ടർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരു എക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിരിക്കും. അതായത് ഇവർ ഫീമെയിൽസ് ആണ്, പക്ഷെ ഇവർക്ക് എന്തേ ഉള്ളൂ? ഒരു സിംഗിൾ എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ക്രോമസോം കുറവല്ലേ? അപ്പോൾ നമുക്കതിനെ മോണോസോമി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഒരു ക്രോമസോം കുറവ്? എക്സ് ക്രോമസോംസിലാണ്, സെക്സ് ക്രോമസോമിലാണ്. സോ മോണോസോമി എക്സ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. ഇനി നമുക്ക് കാരിയോ ടൈപ്പ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒരെണ്ണം കുറവായതുകൊണ്ട് ടോട്ടൽ എത്ര ക്രോമസോമേ ഉള്ളൂ? 45 ഉള്ളൂ. പിന്നെ XX ഉണ്ടോ? ഇല്ല, ഒരു സിംഗിൾ എക്സ് ക്രോമസോമേ ഉള്ളൂ. A cell division error during meiosis of an ovum results in an ovum with no X chromosome and other with the 2 X chromosome. സെൽ ഡിവിഷൻ്റെ സമയത്ത്, അതായത് എന്താണ്, ഗ്യാമറ്റോജെനസിസിൻ്റെ സമയത്ത് ഈ ഡിവിഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് എന്താണ്? ഒരു ഓവത്തിൽ ചിലപ്പോൾ 2 എക്സ് ക്രോമസോം ഒരുമിച്ച് പോകുന്നു. അതേസമയം മറ്റൊരു ഓവത്തിൽ എന്താണ്? എക്സ് ക്രോമസോമേ ഇല്ലാതെ വരുന്ന അവസ്ഥയിലാണ് ഈ ടർണർ സിൻഡ്രോം ഉണ്ടാവുന്നത്. The ovum with no X chromosome fuses with the sperm with 1 X chromosome to generate 45X condition. അതായത് ഓവത്തിൽ ഒരു സിംഗിൾ എക്സ് ക്രോമസോം പോലും ഇല്ലാതെ വരുന്ന ആ ഒരു ഓവവും ഒരു നോർമൽ മെയിൽ ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് എങ്ങനെ വരുന്നത്? മെയിൽ ഗ്യാമേറ്റുമായിട്ടല്ല, എന്താണ്,
the ovum with no X chromosome fuses with the sperm with 1 X chromosome to generate 45 X condition. അത് തന്നെ എന്താണ് ഫീമെയിൽസിൽ ഓവത്തിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഒരു സിംഗിൾ എക്സ് ക്രോമസോം പോലും ഉണ്ടാവണമെന്നില്ല. അപ്പം അവരിൽ എക്സ് ക്രോമസോമേ ഇല്ല. അപ്പോൾ അവർ നോർമലായിട്ടുള്ളൊരു സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തു. ആ സ്പേമിൽ ചിലപ്പോൾ എന്തായിരിക്കാം, എക്സ് ക്രോമസോം ആണെങ്കിൽ അവരെന്താകും, X0 കണ്ടീഷനായിട്ടുള്ള ടർണർ സിൻഡ്രോം കാണിക്കും. Mothers with the Turner syndrome cannot pass the condition to their daughters. That is, this condition is not inherited. അപ്പം ഒരു മദറിന് ടർണർ സിൻഡ്രോം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അവരുടെ ഡോട്ടേഴ്സിലേക്ക് ഇത് പാസ് ചെയ്യണമെന്നില്ല. അതായത് ഈ കണ്ടീഷൻ എന്തല്ല, ഇൻഹെറിറ്റബിൾ ഡിസീസ് അല്ല. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് എന്ന് നോക്കാം. ഷോർട്ട് സ്റ്റേച്ചറാണ്, വെബ്ഡ് നെക്കാണ്. അതായത് എന്താണ് വെബ്ഡ് നെക്ക് എന്ന് പറയുന്നത്? നെക്ക് സ്കിൻ ഈസ് അൺയൂഷ്വലി ലൂസ് ആൻഡ് ക്യാൻ ബി പുൾഡ് സെവറൽ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ദി നെക്ക്. ഈ നെക്ക് സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ലൂസ് ആയിട്ടായിരിക്കും, നമുക്കത് പുള്ള് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് വെബ്ഡ് നെക്കായിരിക്കും ഈ ടർണർ സിൻഡ്രോം ബാധിച്ചവർക്ക് ഉണ്ടാവുന്നത്. പിന്നെ നമുക്കറിയാം അവർക്കൊരു സിംഗിൾ എക്സ് ക്രോമസോം അല്ലേ ഉള്ളൂ. സോ അവരുടെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വളരെ കുറവായിരിക്കും, സ്മോൾ ബ്രസ്റ്റ് ആയിരിക്കും. ലോ സെറ്റ് ഇയേഴ്സ്, ദാറ്റ് ഈസ് ഇയേഴ്സ് ആർ പ്ലേസ്ഡ് ബിലോ ദി നോർമൽ പൊസിഷൻ. ലോ സെറ്റ് ആണ്. ഇയേഴ്സ് എന്ന് പറയുന്നത് നോർമൽ ലെവലിനേക്കാളും താഴെയായിരിക്കും കാണപ്പെടുന്നത്. സൊള്ളനായിട്ടുള്ള ഹാൻഡ്സും ഫീറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫർദർമോർ ഓവറീസ് ആർ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് മെൻസ്ട്രുവൽ പീരീഡ്സ് ആർ യൂഷ്വലി ആബ്സെൻ്റ് ആയിരിക്കും. ഓവറി അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്, എന്താണ്, മെൻസ്ട്രുവേഷൻ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ടർണർ സിൻഡ്രോം ബാധിച്ചൊരു പിക്ചർ കാണാം. ഷോർട്ട് സ്റ്റേച്ചറാണ്, നോക്കിക്കേ, വെബിങ് ഓഫ് നെക്ക്, അതുപോലെ ബ്രോഡ് ചെസ്റ്റ് ആൻഡ് വൈഡ്ലി സ്പേസ്ഡ് നിപ്പിൾസ്. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്